ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് നാടൻ കറികൾ. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാകുമ്പം എന്തായാലും അതൊന്നും മറക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പം നാട് മിസ് ചെയ്യുന്നവർക്കും അതുപോലെ നാട്ടിലെക്കുറിച്ച് ഓർമ്മകളൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്ന് നമുക്കൊരു നല്ല നാടൻ കറി നോക്കിയാലോ. അടിപൊളിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് പരിപ്പൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രിയിൽ എടുത്തിട്ടിരുന്നതാണ്. അപ്പോൾ പിറ്റേന്ന് നമുക്കത് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കതിനെ ഒരു കുക്കറിലേക്ക് ആക്കി ഒരു 2-3 വിസിൽ ആദ്യം അടുപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഉപ്പൊന്നും ഇടണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയാവും. എന്നാൽ പിന്നെ അതിനെ അടച്ച് നമുക്ക് ഒരു 2-3 വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് വെന്തോണ്ടിരിക്കുകയാണ്. അന്നേരത്തേക്ക് നമ്മൾ അതിൻ്റെ കൂടെ ഇടാനായിട്ട് കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങ നമ്മൾ വാങ്ങുന്നതായതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ചെയ്തേ കിട്ടത്തുള്ളൂ. എനിക്കൊരു കുഞ്ഞബദ്ധം പറ്റി എടുക്കാനായിട്ട് ഞാൻ സ്വല്പം താമസിച്ചു പോയതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ട് കേടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്ത് ഈ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്കൊരു ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ചതുര കഷ്ണങ്ങളോ അതോ അല്ലാതെ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സാധാരണ നമ്മൾ ചതുരത്തിലാണ് അരിഞ്ഞെടുക്കാറ്. അങ്ങനെ നമ്മുടെ മത്തങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മത്തങ്ങയൊക്കെ അല്ലേ, നല്ല ടേസ്റ്റുള്ള സംഭവമല്ലേ. അങ്ങനെ നമ്മുടെ പരിപ്പൊന്ന് വെന്ത് ഓടി ഇരിപ്പുണ്ടായിരുന്നു. പരിപ്പ് വെന്തെന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വെന്തിട്ടില്ല, എന്നാലും ഒരുമാതിരി വെന്തതാണേ. അപ്പോൾ നമ്മൾ ഈ പരിപ്പും നമ്മുടെ മത്തങ്ങയും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചാലും കുഴപ്പമില്ല. ഞാനിവിടെ ഈ പരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേരെടുത്ത് മാറ്റി കളയും. പിന്നെ അവർക്ക് പണി ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ആദ്യം ഒന്ന് വേവിച്ചത് കേട്ടോ. അപ്പോൾ മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പരിപ്പിലേക്ക്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ ഈ മുളക് പൊടി നമുക്ക് ഇത്തിരി കൂടുതലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കീറിയിട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാരണം എരിവൊക്കെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 3-4 വിസിലും കൂടെ ഒന്ന് അടുപ്പിക്കാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പും മത്തങ്ങയൊക്കെ വെന്തു വരുന്ന സമയം കൊണ്ട് നമുക്കതിനൊക്കെയുള്ള അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഇവിടെ തേങ്ങ നോക്കിയപ്പോൾ തേങ്ങ ഇല്ലാഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് തല്ലിപ്പൊട്ടിച്ചേക്കാമെന്ന് വെച്ചു. എന്തായാലും തേങ്ങ തല്ലിപ്പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുമ്പോഴത്തേക്ക് നേരത്തെയൊക്കെ കുടിക്കാൻ കിട്ടുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. പിള്ളേരൊക്കെ ആയതിനു ശേഷം അന്നേരത്തേക്ക് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് മേടിച്ചുകൊണ്ട് പോകും. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വെള്ളമൊക്കെ. അങ്ങനെ നമ്മുടെ തേങ്ങയും കൂടെ ഒന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ടേ. ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് തേങ്ങയുള്ളൂ. പക്ഷേ ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ ഇത്തിരി തേങ്ങ കൂടുതലൊക്കെ ഉള്ളത് നല്ലതാണ്. പക്ഷേ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ അതിൽ നിന്നൊരു സ്വല്പം തേങ്ങ എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ജീരകം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ 1, 2, 3 ഒക്കെ അരയ്ക്കുന്നത് നല്ലതാണ്. എന്നാന്ന് വെച്ചാൽ ഈ പരിപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പം വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കൂടുതൽ ഉപയോഗിക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കല്ലിൽ വെച്ചടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെന്തായാലും ഇന്ന് മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, മടിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം നമ്മുടെ മത്തങ്ങയൊക്കെ അകത്തോട്ട് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് മഞ്ഞൾപ്പൊടി നമ്മളിവിടെ അരപ്പിനായിട്ട് എടുക്കാത്തത്. ഇനിയിപ്പം കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട്. അതുപോലെ തന്നെ മുളകാണെങ്കിലും 2 കാന്താരിയൊക്കെ അരച്ച ഇച്ചിരൂടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കേണ്ടതാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വേണമല്ലോ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പരിപ്പും മത്തങ്ങയൊക്കെ നല്ല സെറ്റപ്പായിട്ട് ഉടഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്ര ഉടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അതിനെല്ലാം കൂടെ പെറുക്കി മാറ്റി വെക്കാം. പിള്ളേർക്ക് എന്തിനാണ് നമ്മൾ പണി ഉണ്ടാക്കി കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായിട്ട് ഉടച്ചങ്ങ് കൊടുത്തേച്ചത്. അതാകുമ്പം ചോറിലേക്ക് ഇട്ടാണെങ്കിലും പെട്ടെന്ന് നല്ല അലിഞ്ഞ് പൊക്കോളൂല്ലോ, അതാകുമ്പോൾ പ്രശ്നമല്ലല്ലോ. പക്ഷേ കഷ്ണങ്ങളായിട്ട് കിടക്കുമ്പോൾ കാണാനൊക്കെ ഒരു ചന്ത ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ കൂടെ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പും മത്തങ്ങയുടെയും വെന്തിരിക്കുന്ന മിക്സിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സിയുടെ ജാറും കഴുകിയിട്ട് ഒരു സ്വല്പം വെള്ളം, ഒത്തിരി വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ചാറൊക്കെ എന്ന് പറയണത് അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഇതിനൊക്കെ ഈ കറിക്കൊക്കെ ഒത്തിരി ചാറുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നുകൂടെ കഴുകി ഒഴിച്ചിട്ടുണ്ടേ.
അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം. പിന്നെ ഉണ്ടല്ലോ ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ മാക്സിമം ഇട്ടാൽ മതിയാവും. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ തന്നെ പരിപ്പും മത്തങ്ങയും കൂടി ആകുമ്പോൾ ഒത്തിരി കുറുകിയും കൂടി ഇരിക്കുന്നതുകൊണ്ട് തന്നെ കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് നമ്മൾ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളിയെ. പിന്നെ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിനെ കൊച്ചുള്ളി എന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് തോന്നുന്നു, ഇപ്പോൾ ഉള്ളിയുടെ ഷേപ്പൊക്കെ മാറി ഇത്തിരിയോടെ വലുതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വെല്ലുള്ളിയാണേ. പിന്നെ പോയിട്ട് 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 2-3 വറ്റൽമുളകൊക്കെ ആവാം. പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കറി ആ സമയം കൊണ്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഒരു ഇളക്കിന് ശകലം കുറവ് വന്നപ്പോഴത്തേക്കും കട്ട പിടിച്ചിങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്കതിനെ മാറ്റി വാങ്ങിയൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ വെച്ചാലും മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്രയും കൂടെ സ്പേസ് എന്തിനാണ് വെറുതെ കളയുന്നത്? അത് തന്നെയല്ലേ നമ്മൾ ഈ പാത്രം കഴുകുന്ന പറയുമ്പോൾ നമ്മൾ ഈ കഴുകിയെടുക്കുന്ന ഒരുമിച്ചുള്ള സമയമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴുകി അങ്ങ് തീരുകയല്ലേ. അപ്പോൾ അതങ്ങനെ അങ്ങ് നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഒരു കുഞ്ഞു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, സ്വല്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കറിക്ക്, നാടൻ കറിക്ക് പ്രത്യേകിച്ച് വെളിച്ചെണ്ണയാണല്ലോ ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഒരു സ്വല്പം കടുകിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് രുചി കൂട്ടാനായിട്ട് ഒരു സ്വല്പം അരിമണികളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മിച്ചം ഉണ്ടായിരുന്നു, അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും രണ്ടായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഒരുമിച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അത് കരിഞ്ഞു പോകാതെ പെട്ടെന്ന് ഇളക്കി കൊടുത്തുകൊടുക്കുക. അരി പൊരിയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ അതുപോലെ വറ്റൽമുളകുണ്ട്, നമ്മുടെ കറിവേപ്പിലയുണ്ട്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊടുക്കുക. ശരിക്കും പറയട്ടെ, നമ്മളിപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണയൊക്കെ നല്ല കുറവുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ അരിയും അതുപോലെ തന്നെ ഉള്ളിയും ഇതെല്ലാം കൂടി ഒന്ന് നല്ല വറവലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണയൊക്കെ കൂടുതലുള്ളപ്പോഴാണ് അതൊക്കെ ഒന്ന് ശരിയായി കിട്ടുന്നത്. പക്ഷെ നമ്മളിവിടെ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ, അതിൻ്റെയൊക്കെ കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ, ഈ തേങ്ങയാണേലും ഒരു കുറച്ചും കൂടെ കൂടുതലുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നല്ല സ്വാദ് കിട്ടും നമ്മുടെ കറിക്ക് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക. അതിനകത്ത് തേങ്ങ നല്ല മൂത്ത് വരണം. അതിപ്പോൾ എണ്ണ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇത്രൂടെ നല്ല രീതിയിൽ കിട്ടിയാൽ, നമുക്ക് എണ്ണ കുറവായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കണ്ടില്ലേ, തോണ്ടി വടിച്ചിടാൻ പറ്റുന്ന പാകത്തിനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതുപോലുള്ള വറവലൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുമ്പം തന്നെയാണ് കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു വറവലൊക്കെ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ എന്നാലും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒത്തിരി ഇളക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നന്നായിട്ട് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. എന്തായാലും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമ്മുടെ കടുക് പൊട്ടിച്ചത്, നമ്മുടെ വറവലെല്ലാം കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. സാധാരണ ഇങ്ങനെ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ഊറ്റി അങ്ങോട്ട് ഇടുക ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ തോണ്ടി തന്നെ ഇടുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ഉള്ളിലേക്ക് ഇതെല്ലാം ഒന്ന് റെഡിയായി വരണമല്ലോ. അതുപോലെ തന്നെ ഇതുപോലുള്ള കറികൾ, അതായത് നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയാണ്. അപ്പോൾ ഇതുപോലുള്ള കറികൾ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ കുറുകി തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. എല്ലാ വീട്ടിലും ഓണക്കാലത്ത് ഒന്നാമത്തെ ഓണത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന കറിയാണ് മത്തങ്ങ എരിശ്ശേരി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ല ടേസ്റ്റാണ്. വറ്റൽമുളക് മാത്രം മതി ഇതിൻ്റെ കൂടെ ചോറുണ്ണാനായിട്ടല്ലേ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. വീണ്ടും കാണാൻ വരെ ടാറ്റാ.